സ്വർഗീയവാണി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിലും തുടർന്ന് ഹിന്ദിയിലും മലയാളത്തിലും വാർത്തകൾ ശ്രദ്ധിക്കാവുന്നതാണ്. എല്ലാവിധമായ കൃത്രിമ മരുന്നുകൾക്ക് സമീപിക്കുക. കുഞ്ഞാണ്ടി ഫാർമസി, ലഹാബ്ര. ചൊറി, പരു, അസൂയ, കണ്ണുകടി എന്നീ രോഗങ്ങൾക്ക് ഒറ്റമൂലി ഔഷധം ലഭിക്കുന്ന ഒരേ ഒരു സ്ഥാപനം കുഞ്ഞാണ്ടി ഫാർമസി, ലഹാബ്ര. World Christian News, bought by Prem Pankadan. Pentecostal churches in the forefront. 23 missionaries captured. World gospel preacher in Cochin. Chinese government provision. Report says that by 2020, Pentecostal churches will be in the forefront when compared to other denominations. The reason for the flow towards the Pentecostal churches is found to be the traditional worship, services and prayers to saints. 23 missionaries were captured by Taliban, and out of which 2 female missionaries were released as reported. World famous gospel preacher Reverend Renald Bonkai will be preaching in Cochin from April 10 to 30. Those interested to attend the meeting may please contact our secretary. Chinese government has prohibited the viewing of Christian channel in China. Thank you. Next, in Hindi. എല്ലാവിധമായ വെൽഡിംഗ് പണികൾക്ക് സമീപിക്കുക. ചെറിയൻസ് വെൽഡിംഗ് സെന്റർ, യോർബാലിൻഡ. മേശ, കസേര, കട്ടിൽ എന്നിവ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി വെൽഡ് ചെയ്ത് ഉപയോഗശൂന്യമായി കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനം ചെറിയൻസ് വെൽഡിംഗ് സെന്റർ. ये आकाशवाणी है। आज का मुख्य समाचार। आईपीसी हेब्रोन को सताया। पास्टर जॉन के मैथ्यू कुमनाट कन्वेंशन में आईपीसी हेब्रोन में हिंदी बोलने वालों की संख्या बढ़ने के कारण हिंदी में आराधना शुरू करने की इच्छा है। इसलिए आईपीसी हेब्रोन पादरी पास्टर जॉन के मैथ्यू और उसकी धर्मपत्नी शर्ली जी ने हिंदी सीखने के लिए आलोचना किया गया है। उन्होंने हिंदी पढ़ाने के लिए थाउजेंड ओक से हिंदी शिक्षक को बुलाया करके वार्ता भी मिला है। पास्टर जॉन के मैथ्यू कुमनाट कन्वेंशन में प्रचारण किया। प्रसिद्ध वक्ता और आईपीसी हेब्रोन लॉस एंजलिस के पादरी जॉन के मैथ्यू जनवरी 14 तारीख को कुमनाट में शुरू किए मसीही सम्मेलन में प्रचार किया। उन्होंने कहा कि परिशुद्धात्मा शक्ति से ही हर जगह जागृति आती है। उनकी प्रकाशन सब विश्वासियों को विश्वास पढ़ने की सहायता हो गया। इसी से समाचार समाप्त। अभी मलयालम में न्यूज़ मिलेगी। नमस्कार। രുചികരമായ മെക്സിക്കൻ ഭക്ഷണങ്ങൾക്ക് സമീപിക്കുക. ഓറഞ്ച് ഹിൽ മാർക്കറ്റ്, യോർബാലിൻഡ. ബൊറീറ്റോ, ടാക്കോ, തമാലേസ് എന്ന സ്വാദിഷ്ടമായ ഭക്ഷണ സാധനങ്ങൾ നിങ്ങളുടെ ഓർഡറുകൾ അനുസരിച്ച് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ഒരാഴ്ചക്കകം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയില്ലെങ്കിൽ നിങ്ങളുടെ മണി ഗ്യാരണ്ടി ബാക്ക്. നമസ്കാരം. സ്വർഗീയവാണി വാർത്തകൾ വായിക്കുന്നത് രാജു. പ്രധാന വാർത്തകൾ. ജോൺ കെ മാത്യു പ്രസംഗിക്കുന്നു. കാലിഫോർണിയയിലെ വീടുകളുടെ വില കുത്തനെ ഇടിഞ്ഞു വീണു. ബിരുദം കരസ്ഥമാക്കി. ഐപിസി ഹെബ്രോന് ഭീഷണി. ഐപിസി ഹെബ്രോന് പുതിയ ആരാധനാലയം. വാർത്തകൾ വിശദമായി. പ്രശസ്ത കൺവെൻഷൻ പ്രാസംഗികനും ഐപിസി ഹെബ്രോണിന്റെ പാസ്റ്ററുമായ പാസ്റ്റർ ജോൺ കെ മാത്യു ജാനുവരി 14 നടന്ന കുമ്പനാട് കൺവെൻഷന്റെ പ്രഥമ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. പരിശാലിന്റെ ശക്തിയാണ് എവിടെയും ഉണർവിന്റെ നിദാനമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അനേകാര്യങ്ങൾ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു പെന്തക്കോസ്ത് മഹാസമ്മേളനമാണ് ഈ കൺവെൻഷൻ. കാലിഫോർണിയയിലെ വീടുകളുടെ വില ഇടിഞ്ഞു വീണു. കാലിഫോർണിയയിലെ വീടുകളുടെ വില കുത്തനെ ഇടിഞ്ഞു വീണത് മൂലം 3 പേർക്ക് പരിക്കേൽക്കുകയും 4 പേർ ഫാൻ വാങ്ങുകയും ചെയ്തു. ഇതോടെ ഫാൻ വാങ്ങുന്നവരുടെ എണ്ണം 7 വർദ്ധിച്ചു. മണിമന്ദിരങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയവർ നിരാശരായി മടങ്ങി വരുന്നുവെന്ന് ഐപിസി ഹെബ്രോന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഒടുവിൽ കിട്ടിയ വാർത്ത അനുസരിച്ച് ഓക്ലഹോമയിൽ 2 ഫാനും
ഗൾഫിൽ നിന്ന് 2 ഭവനവും നോർത്ത് കരോളിനയിൽ നിന്ന് 1 ഭവനവും കാലിഫോർണിയയിലേക്ക് മൂവ് ചെയ്തായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ IPC എബ്രോണിന്റെ അംഗസംഖ്യ 25% വർദ്ധിച്ചു. ബിരുദം കരസ്ഥമാക്കി. അനേക വർഷത്തെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി IPC എബ്രോണിലെ 3 വിശ്വാസികൾ ബിരുദം കരസ്ഥമാക്കിയെന്ന് ഞങ്ങൾ ഫോണ്ടാന ലേഖൻ റിപ്പോർട്ട് ചെയ്യുന്നു. സിസ്റ്റർ ബിനു വർഗീസ് നിയമത്തിലും, സിസ്റ്റർ ആൻ എബ്രഹാം ആതുര സേവനത്തിലും, ബ്രദർ ബെൻ ചെറിയൻ ആരോഗ്യ സംരക്ഷണത്തിലുമാണ് ബിരുദം കരസ്ഥമാക്കിയത്. നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫോണ്ടാന ലീഗൽ സർവീസിനെ സമീപിക്കേണ്ടതാണെന്നും റിപ്പോർട്ടിൽ പറയും. IPC എബ്രോണിന്റെ ഭീഷണി. IPC എബ്രോണിൽ ഹിന്ദി സംസാരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതുകൊണ്ട് IPC എബ്രോണിന്റെ ഭാഷ ഹിന്ദിയിലാക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഗോസ്പൽ സമാജ് എന്ന സംഘടന മുന്നോട്ട് വന്നിരിക്കുന്നു. തന്മൂലം പാസ്റ്റർ ജോൺ കെ മാത്യുവും ഭാര്യ ഷേർലി മാത്യുവും 1000 ഡോക്സിൽ നിന്ന് ഹിന്ദി വിദൂഷികയെ വരുത്തി ഹിന്ദി പഠിക്കുവാൻ ആരംഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഹിന്ദി പഠിക്കുവാൻ താല്പര്യമുള്ളവർ ജാസ്മിൻ ജോഷിയുമായി ബന്ധപ്പെട്ടെന്ന് അറിയിക്കുന്നു. IPC എബ്രോണിന്റെ പുതിയ ഹെഡ്ക്വാർട്ടർ ഡൊമിറ്റ സിറ്റിയുടെ ഹൃദയഭാഗത്തെ IPC എബ്രോൺ 5 മുറിയുള്ള മനോഹരമായ ഒരു ഭവനം വാങ്ങിയെന്ന് ഞങ്ങളുടെ ടോറൻസ് ലേഖൻ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ കിഴക്കും തെക്കും വടക്കും 3 ഗോപുരങ്ങൾ വീതവും പടിഞ്ഞാറ് വലിയ മതിലുമുള്ളതായി കാണപ്പെടുന്നു. മതിലിൻ്റെ അടിസ്ഥാനങ്ങൾ രക്തം കൊണ്ടും തങ്കം കൊണ്ടും പണിതാണ്. അതിൻ്റെ വീതികൾ സ്വർണ്ണക്കല്ല്, നീലക്കല്ല്, പച്ചക്കല്ല് എന്നിവകൊണ്ട് മനോഹരമായി തീർത്താണ്. ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നീലക്കടലിൽ 300 പേരെ ഒരുമിച്ച് സ്ഥാനപ്പെടുത്താൻ സൗകര്യമുള്ളതായി അറിയപ്പെടുന്നു. IPC എബ്രോണിന്റെ മാറി മാറി വരുന്ന സെക്രട്ടറിമാർക്ക് താമസിക്കാനുള്ള ഭവനം അറിയപ്പെടുന്നു. കാലാവധി തീരുന്നു. IPC എബ്രോണിന്റെ സെക്രട്ടറിയുടെ 2 വർഷത്തെ കാലാവധി ഈ മാസം തീരുകയാണ്. പുതിയ സെക്രട്ടറിയെ ജനുവരി 26-ാം തീയതി കൂടുന്ന ജനറൽ ബോഡി വെച്ച് തിരഞ്ഞെടുക്കുന്നതാണ്. മത്സരിക്കാൻ താല്പര്യമുള്ളവർ ജനുവരി 24-നകം നാമനിർദ്ദേശക പത്രിക റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെ സമർപ്പിക്കേണ്ടതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ വർഷത്തെ സെക്രട്ടറി ലണ്ടനിൽ നിന്ന് ഉള്ള സ്ഥാനാർത്ഥി ആയിരിക്കാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം IPC എബ്രോൺ നടത്തുവാനിരുന്ന ചർച്ച് ടൂർ ദാരുണമായി പരാജയപ്പെട്ട മൂലമാണ് ഈ സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാഗ്നറ്റോൺ പവർ യൂണിറ്റിന്റെ ആസ്ഥാനം ടോറൻസിൽ. മാഗ്നറ്റോൺ പവർ യൂണിറ്റിന്റെ ആസ്ഥാനം ടോറൻസിൽ സ്ഥാപിതമായി. കഴിഞ്ഞ ചില വർഷങ്ങളായി ടോറൻസ് വിട്ടുപോകാൻ അക്ഷീണ പരിശ്രമം നടത്തിയെങ്കിലും അവ എല്ലാം ദാരുണമായി പരാജയപ്പെട്ട പോലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ താൻ നിർബന്ധിതനായെന്ന് അതിന്റെ ഡയറക്ടർ ഡോക്ടർ നാനാൻ ജോൺസൺ അറിയിച്ചു. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു വലിയ പ്രോജക്റ്റ് ഉള്ള ഈ ഓഫീസിനെ കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഡോക്ടർ നാനാൻ ലേഖനോട് പറഞ്ഞു. വിരമിച്ചു. IPC എബ്രോൺ സൺഡേ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അലക്സാണ്ടർ ജോർജ് തന്റെ സ്ഥാനം രാജിവെച്ചതായി ഒരു പത്രക്കുറിപ്പ് പറയുന്നു. തനിക്ക് അനഹീം ഫോർസ്ക്വയർ ചർച്ചിൽ ഒരു ഉന്നത പദവി ലഭിച്ചതിനെ തുടർന്നാണ് തന്റെ രാജിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരേതിന് ഒരു ഭാര്യയിൽ 4 കുട്ടികളുണ്ട്. കുടുംബജീവിതത്തിൽ IPC എബ്രോൺ സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്ന ജോസൻ ജോർജ് ഡിസംബർ 8-ാം തീയതി വിവാഹിതയായി. ന്യൂയോർക്കുള്ള അജയാണ് തന്റെ ഭർത്താവ്. PFA സെക്രട്ടറി ബെൻ ചെറിയൻ ഓഗസ്റ്റ് 2-ാം തീയതി ഇന്ത്യയിലെ പ്രധാന സിറ്റികളിലൊന്നായ റാന്നിയിൽ വെച്ച് വിവാഹമായി. വർഷയിലേക്കുള്ള അഞ്ചനെയാണ് തന്റെ സഹോദരൻ. തന്റെ പ്രിയതമയുടെ വരവിനെ നോക്കി താൻ എയർപോർട്ടിൽ കാത്തിരിക്കുകയാണെന്നും റിപ്പോർട്ട് പറഞ്ഞു. ജനനനിരക്ക് കുറയുന്നു. IPC എബ്രോണിന്റെ ഈ വർഷം ജനനനിരക്ക് 2-ആയി കുറയുന്നതായി ഞങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നു. ഈ വർഷം പെൺകുട്ടികളെ പിന്തള്ളിക്കൊണ്ട് ജിജോസ് മേധ ദമ്പതികൾക്ക് ജോനാദാനും ഫിൽജി സൂസൻ ദമ്പതികൾക്ക് ആരനും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത വർഷം ജനസ്ഥിതി ഇരട്ടിയെ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ട് വരികയും മലയാളി യുവതിയും യുവാവും വാഹനാപകടത്തിൽ. അനകി സ്വദേശിയും ഏകദേശം 28 വയസ്സ് തോന്നിക്കുമായ ഒരു മലയാളി യുവതി വാഹനാപകടത്തിൽപ്പെട്ടു. താൻ ജോലിക്ക് പോകുന്നതിനിടയിൽ അകാരണമായി താൻ മറ്റൊരു വാഹനത്തെ ഇടിച്ചാണ് അത്യാഹിതം ഉണ്ടാക്കിയത്. ഈ അപകടത്തിൽ തൻ്റെ വാഹനത്തിന് ഗുരുതരമായ പരിക്കേറ്റു. തുടർന്നുള്ള അന്വേഷണത്തിൽ തനിക്ക് ഒരു പുതിയ വാഹനം വാങ്ങേണ്ടതിനാണ് താൻ എത്തിച്ചതെന്ന് ടോറൻസ് സ്വദേശിയും ഏകദേശം 19 വയസ്സ് തോന്നിക്കുമായ സുന്ദരനായ ഒരു യുവാവ് സാന്റിയാഗോയ്ക്ക് പോകുന്നതിനിടയിൽ ഒരു അപകടത്തിൽപ്പെട്ടു. തൻ്റെ വാഹനം മറ്റൊരു വാഹനത്തെ ഇടിച്ചാണ് ഈ അത്യാഹിതം സംഭവിച്ചത്.
ആയതിനാൽ അതിൽ വാഹനം പരിപൂർണമായി നശിച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇവർ രണ്ടുപേരും IPC ഹെബ്രോൻ വിശ്വാസികൾ ആണെന്ന് അറിയുകയുണ്ടായി. IPC ഹെബ്രോനിലെ പാസ്റ്ററിന്റെയും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഇവർ അത്യാഹത്തിൽ നിന്നും രക്ഷപ്പെട്ടെന്നും അവർ സഭയിൽ പ്രസ്താവിക്കുകയുണ്ടായി. യൂത്ത് വർഷിപ്പ് മലയാളത്തിൽ 2010 IPC ഹെബ്രോനിലെ യൂത്ത് വർഷിപ്പ് ടീം സിയൻ ഗീതാവലിയിലെ എല്ലാ മലയാളം പാട്ടുകളും പാടി ആരാധിക്കാൻ ആഗ്രഹമുണ്ടെന്ന് യൂത്ത് പാസ്റ്റർ സന്തോഷ് ജേക്കബ് അറിയിച്ചു. മലയാള ഭാഷ സ്വർഗീയ ഭാഷയായതുകൊണ്ടും തങ്ങളുടെ മാതാപിതാക്കളെ മാനിച്ചുമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും അദ്ദേഹം ഊന്നി പറയും. ഡൗൺ ടൗണിൽ ഗതാഗത തടസ്സം. ഡൗൺ ടൗണിൽ താമസിക്കുന്ന IPC ഹെബ്രോനിലെ 3 സഹോദരിമാർ ഡ്രൈവിംഗ് പരിശീലനത്തായി റോഡിൽ ഇറങ്ങിയത് മൂലം ലോസ് ആഞ്ചലസ് ഡൗൺ ടൗണിലെ ഗതാഗതം സംബന്ധിച്ചായി ഞങ്ങളുടെ ഡൗൺ ടൗൺ ലേഖകൻ അറിയിക്കുന്നു. DMA 33-ാം നിയമം ലംഘിച്ച ഈ 3 കുടുംബത്തെയും ടോറൻസിലേക്ക് മാറ്റി പാർപ്പിക്കാൻ ഡൗൺ ടൗൺ DMA ഉത്തരവിട്ടു. IPC ഹെബ്രോൻ യൂത്ത് ഡ്രൈവർമാർ. IPC ഹെബ്രോന്റെ ട്രാവൽ ഡിപ്പാർട്ട്മെന്റ് യുവാക്കളായ 3 ഡ്രൈവർമാരെ നിയമിച്ചായി ട്രാവൽ കോർഡിനേറ്റർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തിനുണ്ടായ ഡ്രൈവർമാരുടെ പാകപ്പിഴ പരിഹരിക്കാനാണ് ഈ പുതിയ നിയമനം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ ഡ്രൈവർമാരുടെ പേരുകൾ മാസ്റ്റർ അലക്സ് മാത്യു, കെലബ് കുഞ്ചാണ്ടി, ജസ്റ്റിൻ എബ്രഹാം. IPC ഹെബ്രോന്റെ മോച്ചായി മാറും. IPC ഹെബ്രോന്റെ വിശ്വാസികളുടെ മാതാപിതാക്കൾ കടന്നു വന്ന മൂലം IPC ഹെബ്രോന്റെ മോച്ചായി മാറിയതായി IPC ലേഖനം റിപ്പോർട്ട് ചെയ്യുന്നു. ആത്മീയരും അനുഭവസമ്പത്തുമുള്ള മാതാപിതാക്കൾ സഭയ്ക്ക് വളരെ അനുഗ്രഹമാണെന്ന് പാസ്റ്റർ ജോൺ കെ മാത്യു അറിയിച്ചു. IPC ഹെബ്രോന്റെ പുതിയ ആരാധനാലയം. IPC ഹെബ്രോൻ 250 പേർക്ക് ഇരിക്കുവാനും 300 പേർക്ക് നിൽക്കുവാനും സൗകര്യമുള്ളവർക്ക് ആരാധനകൾ വാങ്ങുവാനും അതിനുവേണ്ടി പണം പിരിക്കുവാനും ആഗ്രഹമുണ്ടെന്നും IPC ഹെബ്രോന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2010 ആകുമ്പോഴത്തേക്കും ആരാധനകൾ വാങ്ങാനാണ് പ്ലാനെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടർ കുഞ്ചാണ്ടി നാട്ടിലേക്ക്. പ്രശസ്ത ഫാർമക്കോളജിസ്റ്റും കുഞ്ചാണ്ടി ഫാർമസിക്കലിന്റെ ഡയറക്ടറുമായ ഡോക്ടർ ജോസഫ് കുഞ്ചാണ്ടി നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വളരെ സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിട്ടും തന്റെ മാതൃഭൂമിയോടുള്ള അഗാധമായ സ്നേഹമാണ് തന്നെ ഈ ഉദ്യമത്തിനെ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ലഹനോട് പറഞ്ഞു. ഇപ്പോൾ നാട്ടിൽ പഠനം പഠിച്ചിരിക്കുന്ന ചിക്കൻ ഗുനിയ എന്ന രോഗത്തിന്റെ പ്രതിവിധിക്കുള്ള ഗവേഷണത്തിലാണ് താൻ്റെ യാത്രയെന്നും മിസസ് കുഞ്ഞാണ്ടി ഊന്നി പറയുന്നത്. മൃഗപ്രിയനായ ഇദ്ദേഹത്തിന് 3 കോടിയും 2 പട്ടയും ഇതോടെ വാർത്തകൾ. आराधना करूं मैं पूरे दिल से, मैं तुझे ढूंढूंगा संपूर्ण जीवन में, तेरी सेवा करूंगा तन मन और धन से। मैं हूँ यहाँ प्रभु, मैं हूँ यहाँ प्रभु, मैं हूँ यहाँ प्रभु, मैं हूँ यहाँ। तू मेरा चरवाहा सांत्वना है मेरा, छुपने का स्थान है मेरा प्रभु। तू मेरा चरवाहा सांत्वना है मेरा, छुपने का स्थान है मेरा प्रभु। आराधना करूं मैं पूरे दिल से, मैं तुझे ढूंढूंगा संपूर्ण जीवन में, तेरी सेवा करूंगा तन मन और धन से। मैं हूँ यहाँ प्रभु, मैं हूँ यहाँ प्रभु, मैं हूँ यहाँ प्रभु, मैं हूँ यहाँ, मैं हूँ यहाँ प्रभु, मैं हूँ यहाँ प्रभु,
സൈഡ് വന്നിരിക്കുന്നു. മറിയാമ്മേ, എന്തോ ഇത്ര ജൽദി? ട്യൂസ്ഡേ മീറ്റിംഗോ? നിങ്ങൾ സഭക്കാർക്ക് വേറെ ഒന്നും ജോലിയില്ലേ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, ഫ്രൈഡേ എല്ലാ ദിവസവും മീറ്റിംഗ് ആണോ? നിങ്ങളുടെ കർത്താവ് വരാന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി? ഇവരെ വന്നിട്ടില്ലല്ലോ. മണവാളൻ വരുന്നു, അവരെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അയ്യോ എന്നെ തുണിയാണല്ലോ. അയ്യോ പണി പറ്റിച്ചോ? ഇതെന്നാ സോഷ്യൽ ഇത്ര നേരം അടുത്തിരുന്ന് എന്നോട് വലിയ സൂക്ഷിച്ച പറച്ചിലൊക്കെ നാല് വെച്ചാൽ ആരും വലിയ ഫാസ്റ്റർ ആണ്. അയ്യോ എന്നാലും എവിടെ പോയി? ഇത്ര നേരം ഇനി കർത്താവ് വന്നോ? നീ പറഞ്ഞത് ശരിയാണോ? പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. മറിയാമ്മ എങ്ങോട്ട് പോയി? അയ്യോ, ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. ഈ രക്ഷാ സൗജന്യം, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡോണ്ട് മിസ് ഇറ്റ്. John chapter 15, verse 16. Ye have not chosen me, but I have chosen you, and ordained you that ye should go and bring forth fruit, and that the fruit should remain, that whatsoever ye shall ask of the Father in my name, he will give it to you. The portion we just read, we could see about God's selection. Selection is a great task. As teenagers, we always try to select the best among what we are going to choose. Especially as girls, when we pick a dress, we spend nearly hours picking a dress, but still we will not be satisfied with it. Like that, we always try to pick the best when we choose something. When we think of God's selection, God picked the foolish and weakest thing of the world. Let's turn our attention to 1 Corinthians chapter 1, verse 27 through 29. We could see that God chose the foolish things of the world to shame the wise, and chose the weak things of the world to shame the strong. God also chose lowly and despised things so that no one may
was before him. When God selected his disciples, those disciples were uneducated, unlearned, and they were ignorant men. But God has his own peculiar way of picking people. When we look through the Old Testament, during the Abraham's time, we could see that God only picked Abraham. God could have picked Abraham's father Terah, or God could even have picked Lot. But God picked Abraham. God has his own certain ways to pick people for his own purpose. For us, we were Gentiles. God, in this present time, during the grace period of God, God picked us and made his children of God. God has given us the privilege to call him as our Father. Now you may ask, why did God choose me? What is the purpose in myself? What does God expect from us to do? If we read through John chapter 15 verse 16, we could see that God chose you and me and ordained you for a purpose. And the purpose is to bring forth the fruit and to remain producing fruit. When we read this portion, you will be asking, what kind of fruit should I produce? What is the kind of fruit God is expecting from us? The kind of fruit God is expecting from us is the everlasting fruit. And we should produce a fruit that has a seed inside it. Let's turn our attention to Genesis chapter 1 verse 12. There we could see that when God saw the tree with the fruit with seeds inside it, God saw that it was good. When God looked at us from heaven above, we should be like a fruit with seeds inside it. A seed inside a fruit will last for many generations and it will sprout in the future. But a fruit without a seed can only last for a few days. Daily in our spiritual life, we should be producing fruit that contains seeds for Lord's purpose. Seed inside a fruit will sprout in the future even though the fruit perishes. If this seed sprout in the future, it will bring many generations to God's side. There's an example like I heard my grandmother say, as some people say we could always count how many seeds are there in an apple, but we could never count how many apples are there in a seed. When we are in God's presence, we should be like a fruit we should be like a seed that sprouts in the future, and we should bring many other people to this God's presence or tell them about God's love. We should tell the gospel about God. As we all know, there are hidden processes or hidden characteristics in trees, like photosynthesis. When photosynthesis is happening, oxygen is produced, and it is like a life-sustaining element for living organisms. Like in our spiritual life as a tree, we should also have internal characteristics that pleases God. We should not only produce external fruit, but we should also produce internal fruit that are useful for other fellow members in our churches and who are living near to us. Another thing we see about trees is that trees give shelter to other living organisms. Even though it's right under the burning sun, it will still give shelter to everyone. In a true believer's life, we should be shelter, a shadow, a comfortable, a resting place for others, even though we are going through trials, troubles, and burning furnaces in our life. In Psalms 1 verse 3, we could read that we should be like a tree planted by the rivers that bringeth forth his fruit in his season. His leaves shall not wither, and whatsoever he doeth shall prosper. Sometimes in life we could see trees that has withered leaves and do not produce any fruit. The first impression we have is that it's not getting enough water. Like that in a believer's life, if our leaves of the trees are getting withered and it's not producing a fruit, the first reason is we are not getting enough water. And we need the heavenly water, which is the Holy Spirit in our life. Holy Spirit lead us and guide us in our life. When we turn to Matthew chapter 21 verse 18 through 21, we could see that Jesus is talking about a fig tree. We see that when Christ looked at the tree, he did not find any fruit. Even though it was not a seasonal time for the tree to produce a fruit, he still expected to see a fruit. Like that, when God look at us, we should be thinking whether we are a seasonal fruit or we are an everlasting fruit. Whenever God look at us, we should be always bearing a fruit that has a seed inside it.
Church, I would like you to take a moment right now and think, what kind of fruit are you? Are you a seasonal fruit or an everlasting fruit? If you are an everlasting fruit, you will be doing God's purpose. You will be sprouting in the future and bringing many other people to this God's love. But if you are not, if you are a seasonal fruit, from now on produce fruit that does God's purpose and submit yourself into God's hands so that God can use you as a mighty weapon. And may God bless each and every one of you. Thank you for this opportunity. Because then I wouldn't be too much for this or too little for that. You know what I mean? Just a kid. Hey Tommy, you're perfect the way you are. Right, and I bet you think the world is round too. It is. But wait, don't you remember the disciples in the Bible? Yeah, I bet they got to do lots of stuff. Yeah, well, they were thinking just like you. They thought that kids weren't important. Boy, they were wrong. What? Oh wow, and they were... Do you have common sense? Wait, what? What's it, Jeremy? I've heard of senses and nonsenses, but what is common sense? Ability to understand the situations and react. I guess a lot of adults have that, isn't it, Rick? Exactly. See, all these mothers were bringing their children to see Jesus, but the disciples always put them away because Jesus had to only teach the stories to important people. Huh, that's not fair at all. So, what do you think? No, what did Jesus do? He got very upset with his disciples and said, let the little children come unto me. Let the little children come unto me. For don't turn them back, for such is the kingdom of God. Oh wow, is that true? Yes, not only that, but he also said, truly are the people who come into the kingdom of God are only the people who act like children. What? I can't believe it. Yeah, That means it must be better to be a small kid. Is that true?
It means that you should trust the God as a small child so that you could enter the kingdom of God. God gives example of little children for adults. Oh, that's so cool, yo, dude. Then he took the children and blessed them all in front of all these grown-ups. Wow, that's awesome. Hey, Tommy, let's sing the song. Jesus loves me so. It's my favorite. Oh, yeah, let's do it. That's also my favorite song. Hey kids, how about you guys sing with us too? Jesus loves me, this I know, for the Bible tells me so. Little ones don't hit me low, they are weak, but He is